ശ്രീ ജയചന്ദ്രൻ, താങ്കൾക്കറിയാം ഈ സംഭവം ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ചെയിൻ ഓഫ് ഇവൻസിനെ കുറിച്ച് നമുക്കറിയാം. ഒരു സുപ്രഭാതത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക പീഠം കാണാനില്ലെന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ട് വരുന്നു. അത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിലൂടെ. അതിന് പിന്നാലെ വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക്. മറ്റ് ജില്ലകളിലേക്ക് മറ്റ് കേന്ദ്രങ്ങളുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ. ആദ്യം ഈ പറയുന്ന ആളിനെ അറിയില്ല എന്ന് പറഞ്ഞത്, പിന്നീട് അറിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞത്, അങ്ങനെ പറഞ്ഞ വി ഡി സതീശനെ അടക്കം നമ്മൾ കണ്ടതാണ്. ആരാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്ന് ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവന്നത് അവർക്ക് തന്നെ തിരിച്ചടിയായി മാറുന്ന ഒരു കാഴ്ച താങ്കൾ അങ്ങനെ വിലയിരുത്തുന്നു ഈ സാഹചര്യത്തിൽ? ഈ പറഞ്ഞ ഈ ഫോട്ടോ, സോണിയാഗാന്ധിയുടെ ഫോട്ടോ അടക്കം നിസ്സാരവൽക്കരിച്ച് പറഞ്ഞ കോൺഗ്രസിന്റെ റോണി സാറിന്റെ ആ വാക്കുകൾ കൂടി എടുത്തു പറഞ്ഞുകൊണ്ട്. ഇതില് ഞാൻ കൈരളിയുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായി ഒരു കാര്യം ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. കാരണം ആ വ്യക്തി സോണിയാഗാന്ധി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് Z+ കാറ്റഗറി സുരക്ഷയുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. അവരെ കാണണമെങ്കിൽ, അവരുടെ സന്ദർശനത്തിന് അനുമതി കിട്ടണമെങ്കിൽ ആദ്യം കൊണ്ടുപോകുന്ന ആൾ അവിടെ അപ്പോയിൻമെന്റ് എടുക്കണം. അപ്പോയിൻമെന്റ് എടുക്കുമ്പോൾ തന്നെ എന്താണ് സന്ദർശനത്തിന്റെ ഉദ്ദേശം എന്നുള്ളത് അവിടെ വ്യക്തമാക്കണം. അടുത്തത്, ഈ സന്ദർശിക്കാൻ വരുന്ന വ്യക്തി അയാൾ ആരാണ്, എന്താണ് അയാൾക്ക് ഉള്ള സാമൂഹിക പദവി, ഇത്തരം കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്തണം. എന്നിട്ടേ അനുമതി പോലും ആദ്യം കിട്ടും. അതിനുശേഷമാണ് നിശ്ചയിക്കപ്പെട്ട ദിവസം, നിശ്ചയിക്കപ്പെട്ട സമയത്ത് അവിടെ ചെല്ലാൻ സാധിക്കുക. ചെന്നു കഴിഞ്ഞാൽ അടിമുടി പരിശോധനയാണ്. ഒപ്പം ഈ ആഗതനോട് ഈ അപ്പോയിന്റ്മെന്റ് എടുത്തു വന്ന ആളിനോട് എന്താണ് നിങ്ങൾ മാഡത്തെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് അവിടെ വെച്ചും, കാര്യം Z+ കാറ്റഗറി സെക്യൂരിറ്റി സുരക്ഷയുള്ള വ്യക്തിത്വമാണ്, അവിടെ വെച്ചും മറുപടി പറയണം. അതും രേഖപ്പെടുത്തും. എന്നിട്ട് അകത്തോട്ട് കടത്തി വിടൂ. ആ വ്യക്തിയെ പറ്റിയാണ് പറയുന്നത്. ആര് ചോദിച്ചാലും അപ്പോയിന്റ്മെന്റ് കിട്ടുന്ന അത്ര വളരെ സരളമായ പ്രക്രിയയിലൂടെ ആർക്കും കാണാൻ കഴിയുന്ന ആളാണ് സോണിയാഗാന്ധി എന്ന് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പോലും ഇന്ന് കേരള ജനതയോട് നുണ പറയാൻ പരിശീലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എത്ര ദയനീയമായ ഒരു അവസ്ഥയാണത്. അതിനെ സംബന്ധിച്ച് ഇപ്പോ ശ്രീ റോണി കെ ബേബി നമ്മുടെ ഈ ചർച്ചയിൽ പറയുമ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത്? ഇവിടുത്തെ ശബരിമലയിലെ ഈ പ്രശ്നത്തേക്കാൾ എത്രയോ മുമ്പാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അതായത് സന്ദർശനത്തിന്റെ സമയമൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, ശരി സാർ, ഞാൻ അംഗീകരിക്കാം, എനിക്ക് യാതൊരു തർക്കവുമില്ല. ഇക്കാര്യം തന്നെ ശ്രീ വി ഡി സതീശനോടും ശ്രീ രമേശ് ചെന്നിത്തലയോടും അടൂർ പ്രകാശിനോടും ആന്റോ ആന്റണിയോടും പറഞ്ഞാൽ മതി. ഈ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ. ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് അന്വേഷിക്കുന്നത്? ഇത് എത്രയോ വർഷങ്ങൾക്ക് നടന്ന കാര്യമാണെന്നേ. ഇതൊക്കെ സാധാരണ നടക്കുന്ന കാര്യമല്ലേ? അന്നൊന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ. അങ്ങനെ കണ്ടൊരു കാലമാട്ടം കൂട്ടിയാൽ മതി എന്ന് ഈ നേതാക്കൾ പറഞ്ഞാൽ മതി. താങ്കൾ പറഞ്ഞാൽ പോരാ കേട്ടോ. താങ്കൾ പറഞ്ഞാൽ പോരാ എന്ന് പറയുന്നത് താങ്കൾ അത് പറയാൻ യോഗ്യനല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേ അല്ല. പക്ഷേ ഈ പദവികൾ വഹിക്കുന്ന നേതാക്കൾ ഇത്തരം കാര്യങ്ങൾ പറയുകയും താങ്കൾ ഇവിടെ വന്നിരുന്ന് അതിനെ വൃഥാ ന്യായീകരിക്കാൻ ഈ സമയം മെനക്കെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ആലോചിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് താങ്കളെ പോലെ ഒരാൾക്ക്, ഉത്തരവാദിത്വമുള്ള ഒരാൾക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നതെന്ന് ആ ഒരു വിഷമം കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അത് അവരാണ് പറയേണ്ടത്. അങ്ങനെ അത്ര ലളിതമാണ് കാര്യം എങ്കിൽ, ലളിതമല്ല കാര്യം. അതുകൊണ്ട് തന്നെയാണ് അവർക്കത് പറയാൻ കഴിയാത്തത്. പക്ഷേ പറയേണ്ടി വരും. രാഷ്ട്രീയമായിട്ടാണ് നിങ്ങൾ പ്രശ്നത്തിനെ കാണുന്നതെന്നുള്ളതിന് ഇതിൽ പരം തെളിവ് വേറൊന്നും വേണ്ട എന്നുള്ള മറ്റൊരു കാര്യം. ഈ പ്രശ്നം ഭക്തിയും വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യം അതാണെന്നുണ്ടെങ്കിൽ പ്രശ്നത്തിനെ വേറെ രൂപത്തിൽ തന്നെ തുടക്കം മുതലേ കാണേണ്ടിയിരുന്നു. അങ്ങനെ ഒരിക്കലും നിങ്ങൾ കാണാൻ ശ്രമിച്ചിട്ടില്ല. ഈ ഭക്തിയും വിശ്വാസവും രാഷ്ട്രീയമായി എങ്ങനെ ഇടകലർത്താം, എങ്ങനെ സമർത്ഥമായി അതിന് നേട്ടത്തിനായി വിനിയോഗിക്കാം എന്നുള്ളതാണ് UDFും BJPയും നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുന്ന പ്രക്രിയ. ഞാനങ്ങനെ എടുത്തു പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ ശ്രീ റോണി കെ ബേബി. ഒരേ ഒരു അടിസ്ഥാനപരമായ കാര്യം, ഈ ശബരിമലയിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ, ശബരിമലയുടെ പ്രത്യേകിച്ചും 1949 കവനന്റ് പ്രകാരമാണ് ദേവസ്വം ബോർഡ് ഉണ്ടാകുന്നത് തന്നെ. അത് ഉണ്ടായതിനു ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എവിടെ എല്ലാവർക്കും ആർക്കും പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്നതാണ്, തന്നെ നോക്കിയാൽ കിട്ടും. അതിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം. നിങ്ങൾ ഗവൺമെന്റിന്റെയും ദേവസ്വം വകുപ്പിനെയും ഒക്കെ കുറ്റപ്പെടുത്തുകയും യുക്ത കടകംപള്ളിയെ പിടിച്ച് ശിക്ഷിക്കും എന്ന് പറയുകയും ചെയ്യുന്നവരാണല്ലോ. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം എടുത്തു പറയുന്നത്.
ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം, ദേവസ്വം വകുപ്പിന്റെ ഉത്തരവാദിത്വം അതിൽ പറയുന്നത് പിന്നെ മെയിൻറ്റൈനിങ് ലോ ആൻഡ് ഓർഡർ ആൻഡ് ഓവറോൾ സൂപ്പർവിഷൻ പിന്നെ ഓഫ് ദിസ് ദേവസ്വം ടെമ്പിൾസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം സർക്കാരിന്റെ ദേവസ്വം വകുപ്പിന്റെ ഉത്തരവാദിത്വമാണ്. അതേസമയം ബോർഡിന്റെ ഉത്തരവാദിത്വം, ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മെയിൻറ്റൈനിങ് റിച്വലിസ്റ്റിക് ആൻഡ് ഡേ ടു ഡേ അഫയേഴ്സ് ഓഫ് ടെമ്പിൾസ്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉൾപ്പെടുന്ന കാര്യങ്ങളും ദൈനംദിന ഭരണ നിർവഹണവും അടക്കമുള്ള കാര്യങ്ങളാണ് ദേവസ്വം ബോർഡ് ഉത്തരവാദിത്തമുള്ളത്. അപ്പൊ രണ്ട് ടോട്ടലി എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് പോർഷൻസ് ആണ്. ഈ ഗവൺമെന്റിന്റെ ദേവസ്വം വകുപ്പിന്റെ ഉത്തരവാദിത്വം പിന്നെ പൊതു ഭരണ നിർവഹണവും ക്രമസമാധാന പാലനവും, ദേവസ്വം ബോർഡിന്റെ അകത്തെ ആചാരാനുഷ്ഠാനങ്ങളും തന്ത്രിമാരും പൂജാരിമാരും ദേവസ്വം ബോർഡ് അധികാരികളും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ആ ഒരു വൃന്ദം, അവരാണ് ദേവസ്വം ക്ഷേത്രത്തിന്റെ ദൈനംദിന നടത്തിപ്പും മറ്റ് താന്ത്രിക കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പൂർണ്ണമായും വിധിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് SIT നിയോഗിച്ചുകൊണ്ട്, ഈ കാര്യത്തിൽ SIT നിയോഗിച്ചുകൊണ്ട് ഇറക്കിയിട്ടുള്ള ഉത്തരവിൽ വ്യക്തമായും പറയുന്നത് ഇത് ശബരിമലയിൽ നടന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് അല്ല, മറിച്ച് അവിടെ ഒരു ക്രിമിനൽ കോൺസ്പിറസി നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതുകൊണ്ട് SIT അന്വേഷിക്കണം. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് എന്ന് പറയുന്നത്? അവിടെയാണ് ഞാൻ പറഞ്ഞത് ദേവസ്വം വകുപ്പാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് ഉണ്ടെങ്കിൽ അതിന് ഉത്തരവാദി. അപ്പൊ അതല്ലാന്ന് ദേവസ്വം സ്പെഷ്യൽ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടുകയാണ് SIT നിയമിച്ചുകൊണ്ട്. എന്നിട്ട് കൂടെ പറയുകയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് അല്ല എന്ന് മാത്രമല്ല, അവിടെ ക്രിമിനൽ കോൺസ്പിറസി നടന്നിട്ടുണ്ട്. എങ്ങനെയാണോ സംശയിക്കുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും ഡേ ടു ഡേ അഫയേഴ്സും നോക്കുന്ന ദേവസ്വം ബോർഡ്, മേൽശാന്തി, തന്ത്രിമാർ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ആ ഒരു വലിയ വൃന്ദം, അവര് ക്രിമിനൽ കോൺസ്പിറസി നടത്തിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഇതാ ഉത്തരവിൽ പറയുകയാണ്. അതിനുശേഷമല്ലേ അന്വേഷണങ്ങൾ മുഴുവൻ നടക്കുന്നത്. നടന്ന് നിങ്ങളുടെ കക്ഷി UDF നിയമസഭയിൽ എന്താണ് കാണിച്ചത്? ഞങ്ങൾക്ക് SIT വിശ്വാസമില്ല. അടിവരയിട്ട് പറയുകയാണ് ഞാൻ വീണ്ടും, ഞങ്ങൾക്ക് SIT വിശ്വാസമില്ല, ഞങ്ങളിതാ ബഹിഷ്കരിക്കുന്നു, CBIക്ക് വിടണം കേസ് എന്ന് പറഞ്ഞ് നിങ്ങൾ നിയമസഭയിൽ 5 ദിവസമാണ് ബഹിഷ്കരണം നടത്തിയത്. ഒരു ദിവസം 2 ദിവസമൊന്നുമില്ല. ഞാൻ ആ സമയത്ത് ഉള്ളയാളായതുകൊണ്ടാണ് ഇത് പിന്നെ ഈ നേരിട്ട് കണ്ടനുഭവിച്ച ആളും കൂടെയാണ് ഞാൻ. ആ ദിവസങ്ങളിൽ ബഹിഷ്കരിച്ചു. എന്നിട്ട് പിന്നെ ഈ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ പറയുന്ന എന്താണ്? ശ്രീ രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ അദ്ദേഹം ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നും ഒക്കെ പറയുന്ന എന്താണ്? ഞാൻ SITക്ക് തെളിവുകൾ സമർപ്പിച്ചിട്ടുണ്ട്. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കൂ. ഞങ്ങൾക്ക് SITയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് നിയമസഭ ബഹിഷ്കരിക്കുക, എന്നിട്ട് ഞാൻ SITക്ക് തെളിവ് കൊടുത്തിട്ടുണ്ട് എന്ന് വലിയ വായിലെ വർത്തമാനം പറയുക. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ശ്രീ റോണി കെ ബേബി, നിങ്ങൾക്ക് ഇംപ്ലീഡിംഗ് പെറ്റീഷൻ, ഇതിൽ ഇന്ന കക്ഷികളുണ്ട്, ഒരു വിദേശ വ്യാപാരം നടത്തുന്ന അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന ഒരാള്, അത് ഇന്നയാളാണ്, പിന്നെ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഇതാ, ഞാൻ SITയെ ബോധിപ്പിച്ചിട്ടുണ്ട്, എങ്കിലും കോടതി ഇടപെട്ട് ഇക്കാര്യത്തിൽ ദേവസ്വം ബെഞ്ച് ഇടപെട്ട് ഇക്കാര്യത്തിൽ CBI അന്വേഷണത്തിന് ഏർപ്പാടാക്കണം എന്ന് പറഞ്ഞ ഇംപ്ലീഡിംഗ് പെറ്റീഷൻ എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയോ UDFോ താങ്കളടക്കമുള്ള ആൾക്കാരോ ഒരു പരാതി കൊടുക്കാൻ തയ്യാറാവാത്ത എന്താണ്? അവിടെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഭക്തിയും വിശ്വാസവും രാഷ്ട്രീയമായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് സമർത്ഥമായി കെണിയൊരുക്കാനാണ് നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ അടയാളമാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ.